മാംസവുമുള്ള ഇങ്ങനെയൊരു മനുഷ്യൻ ഭൂമുഖത്ത് ജീവിച്ചിരുന്നുവെന്ന് വരും തലമുറയോട് പറഞ്ഞാൽ അവർക്കത് അവിശ്വസനീയമായി തോന്നിയേക്കാം. ലോക പ്രശസ്ത ഭൗതിക ശാസ്ത്രജ്ഞനായ ആൽബർട്ട് ഐൻസ്റ്റീൻ ഗാന്ധിജിയെക്കുറിച്ച് പറഞ്ഞ വാക്കുകളാണിത്. അതെ, ഗാന്ധിജി ഒരു അത്ഭുത മനുഷ്യനായിരുന്നു. ലോകത്തെ ഇത്രയേറെ സ്വാധീനിച്ച മറ്റൊരു നേതാവ് ഉണ്ടാവില്ല. ബ്രിട്ടീഷ് ഭരണത്തിൽ ഞെരിഞ്ഞമർന്നുപോയ ഒരു ജനതയെ സ്വാതന്ത്ര്യത്തിലേക്ക് കൈപിടിച്ചുയർത്തിയ, ലോകത്തിന് അഹിംസ എന്നൊരു പുത്തൻ സമരമാർഗം കാട്ടിക്കൊടുത്ത ഇന്ത്യയുടെ രാഷ്ട്രപിതാവ്. 1869 ഒക്ടോബർ 2 ഗുജറാത്തിലെ പോർബന്ദറിൽ കരംചന്ദ് ഗാന്ധിയുടെയും പുത്ലിഭായിയുടെയും മൂന്നാമത്തെ മകനായി ജനനം. സ്കൂൾ പഠനത്തിനും ഇംഗ്ലണ്ടിലെ വക്കീൽ പഠനത്തിനും ശേഷം സൗത്ത് ആഫ്രിക്കയിൽ എത്തിയതിനു ശേഷമാണ് നാണം കുണുങ്ങിയ ഒരു ചെറുപ്പക്കാരനിൽ നിന്നും ലോകം മുഴുവൻ കേൾവിക്കാരുണ്ടായ നേതാവിലേക്കുള്ള അദ്ദേഹത്തിന്റെ മാറ്റം സംഭവിക്കുന്നത്. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ ഉണ്ടായിരുന്ന 1890കളുടെ അവസാനം എന്നത് ഭീകരമായ വർണ്ണവിവേചനം നിലനിന്നിരുന്ന കാലഘട്ടമായിരുന്നു. ട്രെയിനിലെ ഫസ്റ്റ് ക്ലാസ് കമ്പാർട്ട്മെന്റുകളിൽ ഇന്ത്യക്കാരെയോ കറുത്ത വർഗ്ഗക്കാരെയോ കയറാൻ പോലും അനുവദിച്ചിരുന്നില്ല. ഒരിക്കൽ ഫസ്റ്റ് ക്ലാസ് കമ്പാർട്ട്മെന്റിൽ യാത്ര ചെയ്ത ഗാന്ധിജിക്ക് ക്രൂരമായ മർദ്ദനത്തിന് ഇരയാവേണ്ടി വന്നു. മാത്രമല്ല, യാത്ര തുടരാൻ അനുവദിക്കാതെ പീറ്റർ മാരിസ്ബർഗ് എന്ന റെയിൽവേ സ്റ്റേഷനിൽ അദ്ദേഹത്തെ ഇറക്കി വിടുകയും ചെയ്തു. ഇത്തരം അനുഭവങ്ങളാണ് അദ്ദേഹത്തെ വർണ്ണവിവേചനത്തിനെതിരായി പോരാടുവാനും ജനങ്ങളെ സംഘടിപ്പിക്കുവാനും പ്രേരിപ്പിച്ചത്. അന്ന് ഗാന്ധിജി ഇറക്കിവിട്ട അതേ പീറ്റർ മാരിസ്ബർഗ് റെയിൽവേ സ്റ്റേഷനിൽ ഇന്ന് അദ്ദേഹത്തോടുള്ള ആദര സൂചകമായി ഗാന്ധി പ്രതിമ സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് കാലത്തിന്റെ കാവ്യരീതിയാവാം. 1917 ബീഹാറിലെ ചമ്പാരനിൽ നീലം കർഷകർക്കായി നടന്ന സമരത്തിലൂടെയാണ് ഗാന്ധിജി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര രംഗത്തേക്ക് കടന്നു വരുന്നത്. പിന്നീട് അങ്ങോട്ട് അനേകം സമര പ്രക്ഷോഭങ്ങൾ, പോലീസ് മർദ്ദനങ്ങൾ, ജയിൽവാസങ്ങൾ. 1930 ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന ഉപ്പ് സത്യാഗ്രഹം സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഉജ്ജ്വലമായ ഏടായി പരിഗണിക്കപ്പെടുന്നു. ഉപ്പിന് നികുതി ചുമത്തിയതിന്റെ പ്രതിഷേധമായി പോർബന്ദറിലെ സബർമതി ആശ്രമം മുതൽ ദണ്ഡി കടപ്പുറം വരെ ആയിരക്കണക്കിന് ജനങ്ങൾ കാൽനടയായി എത്തിച്ചേർന്നു. ബ്രിട്ടീഷ് നിയമം ലംഘിച്ചുകൊണ്ട് ഉപ്പ് കുറുക്കി. ദണ്ഡി യാത്ര പുറപ്പെടുമ്പോൾ ഗാന്ധിജി ഇങ്ങനെ പറഞ്ഞു: ഒന്നുകിൽ നാം ലക്ഷ്യം നേടി തിരിച്ചു വരും, അഥവാ പരാജയപ്പെട്ടാൽ ഞാൻ എൻ്റെ മൃതദേഹം സമുദ്രത്തിന് സംഭാവന ചെയ്യും. 1942 ക്വിറ്റ് ഇന്ത്യ സമരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യം സംഭാവന ചെയ്തത് ഗാന്ധിജിയായിരുന്നു. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക, ഡു ഓർ ഡൈ എന്ന ആഹ്വാനത്തിലൂടെ ഇന്ത്യക്കാരെ മുഴുവനായും സ്വാതന്ത്ര്യ സമരത്തിലേക്ക് ഒരുമിച്ച് ചേർത്ത് നിർത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. വർഷങ്ങൾ നീണ്ടുനിന്ന സമരങ്ങളുടെ അവസാനം 1947 ഓഗസ്റ്റ് 14 അർദ്ധരാത്രി ഇന്ത്യ സ്വാതന്ത്ര്യത്തിന്റെ പുലരിയിലേക്ക് ഉണരുമ്പോൾ വിഭജനത്തിന്റെയും വർഗീയ ലഹളകളുടെയും ദുരിതമനുഭവിക്കുന്ന നവഖാലിയിലെ ജനങ്ങളോടൊപ്പമായിരുന്നു ഗാന്ധിജി. സ്വാതന്ത്ര്യത്തിന്റെ ആഹ്ലാദത്തെക്കാൾ ഏറെ വേദനിക്കുന്ന മനുഷ്യരുടെ കണ്ണീരൊപ്പുക എന്നതിലായിരുന്നു അദ്ദേഹം ശ്രദ്ധ കൊടുത്തത്. ഗാന്ധിജി നടത്തിയ കേരള സന്ദർശനങ്ങൾ കേരള ചരിത്രത്തിലെ സുപ്രധാന ഏടുകളായി ഓർമ്മിക്കപ്പെടുന്നവയാണ്. 1920 ഓഗസ്റ്റ് 18 നിസ്സഹകരണ പ്രസ്ഥാനത്തിന്റെയും ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെയും സന്ദേശം പ്രചരിപ്പിക്കുന്നതിനായി അദ്ദേഹം ആദ്യമായി കേരളത്തിലേക്ക് എത്തുന്നത്. പിന്നീട് വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുക്കുന്നതിനായി 1925 അദ്ദേഹത്തിന്റെ രണ്ടാം കേരള സന്ദർശനം. ശ്രീനാരായണ ഗുരുവുമായുള്ള ഗാന്ധിജിയുടെ ആദ്യ കൂടിക്കാഴ്ച നടക്കുന്നത് ഈ സന്ദർഭത്തിലാണ്. ഗുരുവിനെ കാണാനായത് തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യങ്ങളിൽ ഒന്നായാണ് ഗാന്ധിജി വിശേഷിപ്പിച്ചത്. അതിനുശേഷം 1927 1934 ഗാന്ധിജി കേരളത്തിലെത്തി. ഗാന്ധിജിയുടെ ഹരിജൻ ഫണ്ടിലേക്ക് സംഭാവനയായി സ്വന്തം സ്വർണ്ണാഭരണങ്ങൾ നൽകിയ കൗമുദിയുടെയും അന്നപൂർണയുടെയും കഥ നിങ്ങൾക്ക് പരിചിതമാവുമല്ലോ. ആ സംഭവം നടക്കുന്നത് ഈ 4ാം സന്ദർശന വേളയിലാണ്. സന്തോഷവും അഭിമാനവും കൊണ്ട് അദ്ദേഹത്തിന്റെ കണ്ണു നിറഞ്ഞുപോയ സന്ദർഭമായിരുന്നു അത്. 1936 തിരുവിതാംകൂറിൽ പ്രഖ്യാപിച്ച ചരിത്രപ്രസിദ്ധമായ ക്ഷേത്രപ്രവേശന വിളംബരത്തിന്റെ ആഘോഷങ്ങളിൽ പങ്കെടുക്കുവാനായിരുന്നു ഗാന്ധിജിയുടെ 5ാമത്തെയും അവസാനത്തെയുമായ കേരള സന്ദർശനം. അയ്യങ്കാളിയുമായുള്ള ചരിത്രപരമായ കൂടിക്കാഴ്ച കൂടി നടന്ന സന്ദർശനമായിരുന്നു അത്. കിരീടം വെക്കാത്ത രാജാവ് എന്നാണ് അയ്യങ്കാളിയെ അദ്ദേഹം വിശേഷിപ്പിച്ചത്. ഗാന്ധിജിയുടെ ആത്മകഥയായ ദ സ്റ്റോറി ഓഫ് മൈ എക്സ്പെരിമെന്റ്സ് വിത്ത് ട്രൂത്ത്, എന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ, ഇന്ത്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ ഭാഷകളിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ട പുസ്തകങ്ങളിൽ ഒന്നാണ്. ബാല്യകാലം മുതൽ ഏതാണ്ട് 1921 വരെയുള്ള അദ്ദേഹത്തിന്റെ ജീവിതം പ്രതിപാദിക്കപ്പെടുന്ന ഗുജറാത്തിയിൽ എഴുതപ്പെട്ട ഈ പുസ്തകം ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് മഹാദേവ് ദേശായിയാണ്. ഗാന്ധിജിയുടെ ജീവിതം ആസ്പദമാക്കി അനേകം പുസ്തകങ്ങളും സിനിമകളും പുറത്തു വന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രശസ്തമായത് റിച്ചാർഡ് ആറ്റൻബറോ സംവിധാനം ചെയ്ത
ബെൻ കിങ്സ്ലി ഗാന്ധിജിയായി വേഷമിട്ട ഗാന്ധി എന്ന സിനിമയാണ്. 1982 പുറത്തിറങ്ങിയ ഈ സിനിമ വലിയ ബോക്സ് ഓഫീസ് വിജയത്തോടൊപ്പം തന്നെ മികച്ച സംവിധായകൻ, മികച്ച സിനിമ, മികച്ച നടൻ എന്നിങ്ങനെ 8 ഓസ്കാർ പുരസ്കാരങ്ങളാണ് വാരിക്കൂട്ടിയത്. ഈ ചിത്രത്തിൽ വസ്ത്രാലങ്കാരം ചെയ്തതിലൂടെ ഭാനു അത്തയ്യ ഓസ്കാർ പുരസ്കാരം നേടുന്ന ആദ്യ ഇന്ത്യക്കാരിയായി മാറി. ലോകത്തെ ഇത്രയേറെ സ്വാധീനിച്ച മറ്റൊരു നേതാവുണ്ടാവില്ല. 100-ലധികം രാജ്യങ്ങളിലെ തപാൽ സ്റ്റാമ്പുകളിൽ സ്വന്തം മുഖവും ആശയങ്ങളും ആലേഖനം ചെയ്യപ്പെട്ടിട്ടുള്ള ഒരേ ഒരു ഇന്ത്യക്കാരനേയുള്ളൂ മഹാത്മാഗാന്ധി. ഒരുപക്ഷെ മറ്റ് ലോക നേതാക്കൾക്കൊന്നും ലഭിച്ചിട്ടില്ലാത്ത അംഗീകാരമാണത്. സ്വന്തം ജീവിതം തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ സന്ദേശം. വിജയത്തിലേക്കുള്ള പാത അതെത്ര ദുഷ്കരമാണെങ്കിലും സമചിത്തതയോടെ മുന്നോട്ട് പോയാൽ അവസാനം നമ്മൾ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുക തന്നെ ചെയ്യും എന്ന് സ്വന്തം ജീവിതത്തിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നു ഗാന്ധിജി. അദ്ദേഹത്തിന്റെ ത്യാഗോജ്വലമായ ജീവിതത്തിന്റെ ഓർമ്മ പുതുക്കലാവട്ടെ ഓരോ ഗാന്ധി ജയന്തിയും.